ഇത് ആദി നബിൻ്റെ ചരിത്രത്തിലുള്ള മരമാണ്. ഇത് നൂഹ് നബി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പൽ, ഇത് സാലിഹ് നബിൻ്റെ ചരിത്രത്തിലുള്ള ഒട്ടകം, പിന്നെ ഇബ്രാഹിം നബിനെ ഈ കടലിലേക്ക് ഇടപെട്ടത്, പിന്നെ യൂനുസ് നബിയെ കിണറിലേക്ക് തള്ളപ്പെട്ടത്, യൂസഫ് നബിയുടെ ചരിത്രം, പിന്നെ മൂസാ നബി ചെങ്കടൽ വിലർത്തിയത്, പിന്നെ യൂനുസ് നബി തിമിംഗലം തിരിഞ്ഞത്, പിന്നെ മക്ക ചരിത്രം, സഫാ മർവ മുതൽ ഇപ്പോൾ കാണുന്ന മക്ക വരെയുള്ള ചരിത്രം, പിന്നെ ആനക്കലാ സംഭവം, പിന്നെ നബിനെ പ്രസവിക്കപ്പെട്ട വീട്, പിന്നെ ബദർ യുദ്ധം, ഉഹുദ്, അമടക്ക്, പിന്നെ അസ്ഹാബുൽ കഹ്ഫ് ഗുഹ, പിന്നെ സൗർ ഗുഹ, ഹിറാ ഗുഹ. ഒരു മേലത്തെ മലേൻ്റെ കാട്ടിലും ഇരട്ടി വലിപ്പെരുക്കും. അത് ഉറക്കാൻ വേണ്ടിയിട്ട് ഭൂമിൻ്റെ അടിയിലില്ല, അടിയിലേക്ക് വരുന്ന മല. പിന്നെ കോളങ്ങൾ കറങ്ങുന്നുണ്ടെന്ന് ആദ്യം തന്നെ ഖുറാനിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇത് കടലിൻ്റെ അടിയിലേക്ക് എത്തായിട്ട്, പിന്നെ ചളിവെള്ളം നല്ല വെള്ളം ശുദ്ധീകരിച്ച് കാണുന്നതിൻ്റെ. പിന്നെ ഇത് മഴ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിൻ്റെ ചെറിയ മിനീഷനാണ്. മഴ ഇങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലേ. പിന്നെ ഇത് ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകതകൾ, ഓരോ സമയം 100 ലിറ്റർ വരെ വെള്ളം കുടിക്കും. പിന്നെ അത് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും. ഫിറൗന്റെ ശരീരം, മനുഷ്യൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രസവം വരെയുള്ള ഘട്ടങ്ങളിലായി. പിന്നെ കണ്ണിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ മരിച്ചത് മുതൽ സ്വർഗ്ഗത്തിൻ്റെ കാര്യങ്ങൾ, മരണം മുതൽ ഖബർ, പിന്നെ മീസാന്, പിന്നെ മഹ്ശറ, സിറാത്ത് പാലം, അടിയിൽ കൂടെ നരകം, ഇത് കടന്ന് സ്വർഗം. ഇത് ഗൾഫുകളെ വാറിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കുത്തുബ്, പിന്നെ ഇസ്ലാം കാര്യങ്ങൾ 5 പിന്നെ റോക്കറ്റ് ISRO, പണ്ടത്തെ ഒരു വീടിൻ്റെ രൂപം, പിന്നെ ഏകദേശം ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ മോഡേൺ വീടുകൾ. പിന്നെ ഇത് ചെറിയൊരു ആർട്ട് മാതിരി. പിന്നെ ഇത് തുറക്കുമ്പോൾ ഇതിനുള്ളിൽ കെയർ കിടക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇതാക്കുന്ന ചെറിയൊരു ആർട്ടായിട്ട്, പള്ളി, കിണർ, താജ്മഹലിൻ്റെ ഇത് നമ്മുടെ ചിത്രകുറിച്ച് മഹൽ പള്ളിയുടെ ചെറിയ രൂപമാണ്. ഇത് ഓരോ ഫ്ലോറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ ഇത് സഫാ മർവ, പിന്നെ കഅബയുടെ കിസ്വ, പിന്നെ കഅബ, പിന്നെ മദീന പള്ളി, മസ്ജിദ് നബവി, പിന്നെ മസ്ജിദുൽ അഖ്സ. തെസ്കിയത്താണ്. അതിൽ ഒരു ചെറിയ ഖബർ 6 അടി ഉണ്ടാവും, 6 അടി ഇല്ല. ഡെമോൺസ്ട്രേഷൻ. അടുത്ത ചാലാണ് ഉൾക്കാഴ്ച. അങ്ങനെ നമ്മൾ കണ്ണ് കാണാത്തൊരു പ്രയാസം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വേണ്ടി നമുക്ക് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലേ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ വീസ അറിയില്ലട്ടോ. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ സാധനം രണ്ടേ നോക്കാൻ പറ്റുമോ? ആ വേണമെങ്കിൽ മഴക്കൊക്കെ യൂസ് ചെയ്യില്ല. ക്യാമറ
ബ്ലൂടൂത്ത് സ്പീക്കറാ ഞാനാ യൂസ് ചെയ്യില്ല എനിക്കറിയാത്ത നിങ്ങളെ പേര് കണ്ണ് കെട്ടിട്ടോ എവിടെ ഇതുണ്ട് ബ്ലാങ്ക് സ്പേസ് പേപ്പർ അതെ നിങ്ങൾ തൊണ്ണാൻ ഇതന്നെ അതിലെന്നെ ഇതുണ്ട് എൻ്റെ ശരിക്കുള്ള ഒപ്പുണ്ടോ കള്ളോപ്പാടുണ്ട് എന്തായിട്ടില്ല ഇത് സ്വഭാവത്തിൻ്റെ പഴയകാല ലിപിയിലെ ഇത് റേഡിയോ ഇതും റേഡിയോ ഇതും പിന്നെ ഇത് പഴയ ക്യാമറ ഇത് വാൾ റേഡിയോ പണ്ടത്തെ ഇസ്തിരി പെട്ടി അയൺ ബോക്സ് പിന്നെ സ്കൂൾ പെട്ടി സ്കൂൾ കൊണ്ടുപോയി ഓക്കെ പിന്നെ പണ്ട് ഭടന്മാർ ഹെൽമെറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു ഹെൽമെറ്റ് പിന്നെ അതിത് പിന്നെ ഇത് വന്നു പിന്നെ ചാട്ടവാറ് ചാട്ടവാറ് പിന്നെ പോത്തിന് കാലിനൊക്കെ തല്ലിന് വടി പിന്നെ നൂൽപുട്ടുണ്ടാക്കണ മെഷീൻ ഓക്കെ പറ ചക്ക പിന്നെ ഇത് മറ്റേ നെല്ലുമ്മക്കിട്ട് ഇങ്ങനെ തല്ലാണ് പിന്നെ ഇത് വെള്ളം കോരുന്നു പിന്നെ ഇത് മറ്റേ നമ്മൾ കിണറിൽ പണ്ടത്തെ പെട്ടി പിന്നെ ഇത് നമ്മൾ സ്ഥലമൊക്കെ അളക്കൂലേ പണ്ട് ഇതുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ പാത്രത്തിന് ഒരു പകുതി വെച്ചിട്ട് ചേച്ചിട്ട് ചോറ് ഊറ്റണേ ഇത് സാധനം അങ്ങനെ അരക്കണേ ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെ ചക്കര പെട്ടി ചുണ്ണാമ്പൊക്കെ ഇട്ട് വെച്ചത് പഴയ ടോർച്ച് ഇത് 3D വിഷലൊക്കെ ഉണ്ട് പഴയ കാലത്ത് പിന്നെ ഇത് ഇത് കത്തിച്ചൂലേ മറ്റേ ലാമ്പ് അതിനുള്ളിലത്തെ അതിനുള്ളിലൊക്കെ പിന്നെ ടോർച്ചുകൾ ആദ്യം 2 ടോർച്ച് പിന്നെ അത് പിന്നെ ഇത് പൂട്ടണേ കാടം പൂട്ടണേ പിന്നെ വളക്ക് പിന്നെ കാടവണ്ടിയുടെ ചക്രം കുതിരവണ്ടി പിന്നെ ഇത് അരിപ്പ പിന്നെ കറൻസികൾ കൈക്കോട്ട് പിന്നെ തൂക്കണത് ഇത് കറൻസികളല്ലേ ഇത് സമാവർ ചായൻ്റെ പഴയ സമാവർ പഴയ കാലത്തെ വെളിച്ചത്തിൻ്റെ സംവിധാനങ്ങൾ ലൈറ്റ് ഇത് പെട്രോള് മണ്ണെണ്ണ പിന്നെ ഓട്ട് പെട്ടി പഴയ തപാല് പെട്ടി പിന്നെ മിലിറ്ററി ഫോണ് സാധാ ഉപയോഗിച്ചിരുന്നു പിന്നെ ടൈപ്പർ അതൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ് പിന്നെ ഒലയ്ക്ക് വരല് പിന്നെ ഇത് വീശി പിന്നെ പിന്നെ ഇത് കാളവണ്ടിയുടെ ലൈസൻസ് ആണ് പഴയ കാലത്തെ ഓക്കെ പിന്നെ ഇത് റേഡിയോ ലൈസൻസ് ഇത് പണ്ടത്തെ ഒരു ഇസ്ലാമിക് കളിയാണ് ഗെയിം അല്ലേ പണ്ടത്തെ മെതിയടി പിന്നെ